ഈ ബാർ നിരോധിച്ച കാലത്തെ ഉമ്മൻചാണ്ടി നടത്തിയ ഒരു പത്രസമ്മേളനം ഉണ്ടല്ലോ, അല്ലേ? അതിന് സ്റ്റേജിലൊക്കെ അവതരിപ്പിക്കാറുണ്ടോ? അപ്പൊ അതിന്റെ പുരാണം എന്തോ ശരിക്കും? അല്ല, അത് ശരിക്കും വെച്ചാൽ ഈ ഉമ്മൻചാണ്ടി സാറ് ആ സമയത്ത് ഈ പത്രക്കാര് നിരന്നിരുന്ന് ചോദിക്കുമല്ലോ, അപ്പൊ എല്ലാത്തിനും സാറിന് മറുപടി ഉണ്ട്. അപ്പം ആ സമയത്ത് കുറെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സാർ ഇന്ന് എസ്കേപ്പ് ചെയ്യുന്ന ഭയങ്കര രസമാണ്. അതായത് ഒന്നിൽ അടുത്തേക്ക് കണക്ട് ചെയ്ത് പോകുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ നല്ലൊരു കയ്യടിയാണ്. കാര്യം എന്ത് ചോദ്യം ആൾക്കാരുടെ മുമ്പിൽ വളരെ വിനയാന്വിതമായി ചിരിച്ചുകൊണ്ട് മറുപടി പറയും. അപ്പൊ സാർ വേണം ചോദിക്കാൻ, അതിനകത്ത് ഞാൻ മറ്റേ മൈക്കിലൊന്ന് പറയാം. ഉമ്മൻചാണ്ടി സാറേ, ഈ ബാറുകളെ ഇതിപ്പം ബാറുകൾ നിരോധിക്കണം. എത്ര കുടിയന്മാരാ നാട്ടില്? ബാറുകൾ നിരോധിക്കണം, അതിനുള്ള ഒരു പരിപാടി ആണല്ലോ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാറുകൾ നമ്മുടെ കേരളത്തിൽ നിരോധിക്കണം. നിരോധിച്ചാൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി സാമ്പത്തിക സ്ഥിതി പ്രശ്നമാകും. അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് നിരോധിക്കാൻ പറ്റില്ലല്ലോ. കുടിയന്മാരുടെ താല്പര്യം നമുക്ക് ലംഘിക്കാൻ പറ്റുമോ? കുടിയന്മാരാണല്ലോ നമ്മളെ താങ്ങി നിർത്തുന്നത്. അപ്പൊ അവർക്കൂടെ നമ്മൾ എന്തെങ്കിലും ഒന്ന് കരുതി വെക്കണമല്ലോ. അങ്ങനെ ഭാര്യമാരെ കുറിച്ച് നമ്മൾ ആലോചിക്കണ്ടേ? അല്ല, തീർച്ചയായിട്ടും. കാര്യം കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് ഇതുപോലെ വെള്ളമടിച്ച് നടക്കുന്ന കുടിയന്മാരുടെ കുടുംബിനികളാണ്. തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മദ്യം നിരോധിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്ത് പറഞ്ഞാലും മറുപടി ഉണ്ട് അല്ലേ? എന്ത് പറഞ്ഞാലും. നമ്മുടെ സാമ്പത്തിക സ്ഥിതിയുടെ കാര്യമൊന്നും പറഞ്ഞില്ല. സാമ്പത്തിക സ്ഥിതി എന്ന് പറയുമ്പോൾ സാമ്പത്തിക സ്ഥിതി നമ്മൾ ഘട്ടം ഘട്ടമായി പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് നമുക്ക് ഇതിന് യഥാർത്ഥമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. ഈ ഉമ്മൻചാണ്ടി എനിക്കൊന്ന് പ്രചോദ് ഒരുപാട് വേദിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം എപ്പോഴെങ്കിലും നേരിട്ട് കേട്ടിട്ടുണ്ടോ? കാര്യം ഞാൻ കോമഡി ഷോയിലാണ് ആദ്യമായിട്ട് അന്ന് സാറിനെ കാണുന്നത്. അന്ന് ആദ്യമായിട്ട് കണ്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു, പിറ്റേ ദിവസം ടെലികാസ്റ്റ് കഴിഞ്ഞ പിറ്റേ ദിവസം സാറിന് ഒരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്നലെ ഞാൻ കണ്ടായിരുന്നു, നന്നായിരുന്നു, പക്ഷെ ഞാൻ ഷൂ ഇടാറില്ല, ചെരുപ്പാണ് ഇടുന്നത്. അതുപോലെ ഒരിക്കലും ഞാൻ തേച്ച് വെച്ച ഡ്രസ്സ് ഇടാറില്ല, ചുളുങ്ങി പറഞ്ഞതാണ്, അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. നമ്മളേകദേശം അതുപോലെ തന്നെ പോകണം. അത് ശരി. അതുപോലെ പ്രചോദ് എനിക്കൊന്ന് VS അച്യുതാനന്ദനെയും നന്നായിട്ട് അനുകരിക്കുന്ന കണ്ടിട്ടുണ്ട് അല്ലേ? അനുകരിക്കുന്ന ആള് ലൈം ലൈറ്റിൽ ഇല്ലെങ്കിൽ നമ്മൾ പാട് വിട്ടുപോകും. തീർച്ചയായിട്ടും. ഇപ്പൊ കുറെ ആൾക്കാർ ഇല്ലാതായി. അതെ. അല്ല, സത്യം പറഞ്ഞാൽ നമ്മള് ഉമ്മൻചാണ്ടി സാറിനൊക്കെ അധികം ചെയ്യാറില്ലായിരുന്നു. പക്ഷെ എവിടെങ്കിലും പോയാൽ നമ്മൾ ചെയ്യുന്നതായതുകൊണ്ട് നമ്മളത് ചെയ്യാറുണ്ട്. ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ അച്യുതാനന്ദൻ സാറും ഉമ്മൻചാണ്ടി സാറും കൂടെ പുതിയൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നീരജ് മാധവ് ഒരു പാട്ടുണ്ട്, അയ്യയ്യോ പണിപാളിയില്ലേ, അത് അച്യുതാനന്ദൻ സാറും ഉമ്മൻചാണ്ടി സാറും കൂടെ പാടുന്ന ഒരു സാധനമുണ്ട്. അയ്യയ്യോ പണിപാളിയല്ലോ, രാരീരാരം പാടി ഉറക്കാൻ ആരുമില്ലല്ലോ, എനിക്ക് രാരീരാരോ പാടാൻ ആളില്ല, മുറിയിൽ തനിച്ചാണ് കൂട്ടില്ല, കണ്ണടച്ചാൽ ഇരുട്ടത്തു വരുമോ ചാണ്ടി, ഡുണ്ടുമാരോ കഥകിന് തട്ടി, ആരാ? ഞാനാ. എന്താ? രാരീരാരോ പാടി ഉറക്കാൻ. അങ്ങനെ കണ്ണിക്കണ്ടവനൊക്കെ രാരീരാരോ പാടിയാൽ ഉറങ്ങുന്ന ആളല്ല ഞാൻ. ഓക്കെ. അല്ല, AK ആന്റണി സാറിന്റെ ഇംഗ്ലീഷ് പ്രചോദനം ഇങ്ങനെ നന്നായി ചെയ്യാറുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. AK ആന്റണി സാറിന് ഇംഗ്ലീഷ് ഭയങ്കര രസമാണ്, ഭയങ്കര ക്ലാരിറ്റിയോടാണ് പറയുന്നത്. അപ്പം അദ്ദേഹം ഇപ്പോൾ ഈ സിഗരറ്റ് സ്മോക്കിംഗ് നമുക്ക് ഹാനികരമാണ് എന്നത് പറയുകയാണെങ്കിൽ അദ്ദേഹം എങ്ങനെയായിരിക്കും പറയുന്നത്? വളരെ വ്യക്തമായിട്ട്, സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജുറിയസ് ടു ഹെൽത്ത്. ഇറ്റ്സ് ഡിസ്ട്രോയ്ഡ് മെനി ഹ്യൂമൻ ബീങ്സ്. Many humans bad habit cigarette smoking. It's destroy liver and heart. So ആര് സിഗരറ്റ് വലിക്കാതിരിക്കുക, 5 പൈസ കയ്യിലെന്നോർക്കുക, ഇത്രേ ഉള്ളൂ. ഓക്കെ. പ്രചോദനം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഒരുപാട് സ്റ്റേജ് ഷോയ്ക്ക് പോകുന്ന ആളാണല്ലോ, നാദൃശ്യം പോകാറുണ്ട്. ഞാൻ ചോദിക്കുക, അപ്പൊ ഈ രമേഷ് പിഷാരടിയൊക്കെ ഈ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്ന ഇപ്പൊ ഈയിടെ എന്നോട് പറഞ്ഞു. അതായത് എന്താ അവതരിപ്പിച്ചാലും ആളുകൾക്ക് രസിക്കുന്നില്ല, അല്ലെങ്കിൽ പുള്ളിക്ക് ഇഷ്ടമാവുന്നില്ല ഏതെങ്കിലും. അപ്പം വല്ലാത്തൊരു ദാരിദ്ര്യ ദുഃഖം മിമിക്രി ആർട്ടിസ്റ്റുകൾ അനുഭവിക്കുന്നു. പ്രചോദന് ഈ പ്രത്യേകിച്ച് വിദേശ നാടുകളിലൊക്കെ പോകുമ്പോഴേ, പ്രത്യേകിച്ച് ടെലിവിഷൻ സ്ക്രീനിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം അങ്ങ് പോകുമല്ലോ, ഇതെല്ലാം അവർ കണ്ടിട്ടുണ്ട്. പിന്നെ പുതിയ ഐറ്റം ഓരോ സ്റ്റോയ്ക്കും ഉണ്ടാക്കാൻ പാടില്ലേ? അപ്പൊ എന്തുവാ നിങ്ങളുടെ ഒരു പ്രതിസന്ധി എങ്ങനെ കടക്കും? അതൊരു പ്രതിസന്ധിയാണല്ലോ. ആശയ ദാരിദ്ര്യമാണോ അതോ പുതിയ തലമുറയ്ക്ക് വേറെ മിമിക്രി ആണോ അവർക്ക് താല്പര്യം? അല്ല, മിമിക്രി മാത്രമല്ല, നമ്മളത് അപ്ഡേറ്റ് ആയിട്ട് എന്തായാലും ചിരിപ്പിക്കാൻ എളുപ്പമാണോ? ചിരിപ്പിക്കാൻ ഇച്ചിരി പാട് തന്നെയാണ്. നമ്മൾ അതുമാതിരി വാശിയിട്ട് വരിക, നമ്മൾ അതുമാതിരി കഷ്ടപ്പെടണം. അങ്ങനെ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ചിരിക്കുള്ളൂ. ഇപ്പം എല്ലാത്തിനും ചിരി ഉണ്ടല്ലോ. ഇപ്പൊ റീൽസ് ആണെങ്കിൽ പോലും സെക്കൻഡുകൾക്കുള്ളിൽ ഇങ്ങനെ റീൽസ് മാറി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചിരി കണ്ടിരിക്കുന്നിടത്ത് ഒരു നല്ല ഗുമ്മുള്ള പാട്ടുകൾ, ഇപ്പൊ എല്ലാം നല്ല അടിച്ചുപൊളി പാട്ടുകളാണ്. ഇപ്പൊ ആൾക്കാർ അങ്ങനെ തുള്ളാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ തുള്ളാനായിട്ട് വന്നിരിക്കുന്നതിന് 6 പാട്ട് കഴിയുമ്പോൾ മൈക്കൊക്കെ ടെസ്റ്റ് ചെയ്ത് ഹലോ ഹലോ എന്ന് പറയുമ്പോൾ ആ ഒരു ലാഗൊന്നും ആൾക്കാർക്ക് ഇഷ്ടമല്ല. പണ്ട് കുടിയൻ പണ്ട് കുടിയൻ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു. കുടിയൻ കയറി എന്തെങ്കിലും കൗണ്ടർ പറഞ്ഞാൽ ഓക്കെ ആയിരുന്നു. കുടിയൻ വേണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ വളരെയധികം വിഷമം മാർക്കറ്റ് ഇടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വൺ മാൻ ഷോ ഏൽക്കൂട്ടാ
വൺമാൻ ഷോ നിന്ന് ചെയ്യുമ്പോ അതിന് നല്ല സ്കിറ്റ് മാത്രമേ എനിക്ക് തോന്നുന്നു ഇത്തിരി കാലിക പ്രസക്തിയുള്ള സാധനമൊക്കെ വേണം ഇപ്പം. സാറേ ഞാൻ സത്യം പറഞ്ഞാലേ ഇപ്പോൾ ഈ പണ്ട് ഈ സാജൻ പള്ളുരുത്തി ഞാൻ സാധനമായിട്ട് ഒരുപാട് ഷോ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ സാധനെ പരിചയപ്പെടുന്ന തന്നെ സാജൻ്റെ അടുത്താണ് ഈ മകാരം പഠിക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ നോക്കുമ്പോൾ സാജൻ നിന്ന് അലക്കാണ് ഒറ്റയ്ക്ക് നല്ല സ്പീഡിൽ വന്നിട്ട് മധുമധുമാൽ മോഹിനി മാധവി മേനക മിനിമിനി മഞ്ജു മഞ്ജുവാരൻ മീനമാധ മകേഷ് മുകേഷ് മനീഷ മോണിഷ മണിമണിക്കുന്ന മണിപിള്ള മാമാട്ടി മാലൂട്ടി മമ്മൂട്ടി മമ്മൂക്ക മമത മനോജ് മാളമുരളി മോഹൻലാൽ മോഹൻരായ് എന്നൊക്കെ പറഞ്ഞ് വെച്ച് പറയും. അപ്പം ഞാൻ ഇതിന് ബദലായിട്ട് ഞങ്ങൾ സ്റ്റേജ് ചെയ്യുമ്പോൾ കാകാരമാണ് കേരളത്തിലെ കരുത്തമായിട്ടുള്ള ആകാരം കരുത്തിലെ കീഴ്പ്പെടുന്ന ലക്ഷം കായി തുടങ്ങുന്ന കാമം ക്രോധം കണ്ണ് കാമന് നാലിലും കായുണ്ട് കവിയിൽ കേമൻ കാളിദാസൻ കഥകളി കാമൻ കഥകൾ തന്നെ കായൻ കന്യാമറിയും കത്തോലിക്കും ക്രിസ്ത്യാനിക്കും കുശുരൂപം കബർ കല്ലറ കൊന്ത കാരിദാസ് ക്രിസ്ത്യാനിക്കും ഇങ്ങനെ വെച്ച് പറയും. അതുപോലെ ഓരോ പേര് പറയുമ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ഇത് ആ സമയത്ത് വളരെയധികം ഹിറ്റായ ഒരു സംഭവമാണ്. അതിപ്പോഴും ഇറങ്ങുന്നു. ഈ ഇടയ്ക്ക് വന്നിട്ട് പള്ളുരുത്തി ചെലവാക്കിച്ചു 2 പള്ളുരുത്തിക്കാർ ഇവിടെ വന്നായിരുന്നു. അപ്പൊ ഞാൻ ഈ അടുത്തിടെ എനിക്കൊരാൾ ഇങ്ങനെ കിട്ടുന്ന സാധനം അയച്ചു തരും, ഈ സ്പീഡായിട്ടുള്ള കാര്യങ്ങൾ അയച്ചു തരും. അപ്പോൾ ഈ 3 അക്ഷരങ്ങളെ കുറിച്ച് ഒരാൾ എഴുതി എനിക്ക് അയച്ചു തന്നു, ഫേസ്ബുക്കിലുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് കൗതുകമായിട്ട് തോന്നി. കാര്യം ഈ 3 അക്ഷരം നമുക്ക് ഭയങ്കര ഒരു ഗുണം ചെയ്യുന്ന അക്ഷരങ്ങളാണ്. കാര്യം സൂര്യനും ചന്ദ്രനും എന്ന് പറയുന്നത് 3 അക്ഷരമാണ്. മാതാവ് പിതാവ് 3 അക്ഷരമാണ്. മാതാവ് നമ്മളെ ഗർഭം ധരിക്കുന്ന ഗർഭത്തിന് 3 അക്ഷരമാണ്. അതിനുശേഷം നമ്മൾ ജനിക്കുന്നു, ജനനത്തിന് 3 അക്ഷരമാണ്. അതിനുശേഷം നമ്മൾ ജീവിക്കുന്നു, അതിനുശേഷം നമ്മൾ മരിക്കുന്നു, മരണത്തിന് 3 അക്ഷരമാണ്. അതിനുശേഷം നമ്മൾ അടക്കുന്നത് കല്ലറയിലാണ്. അതിനുശേഷം നമ്മൾ പ്രപഞ്ചത്തിലേക്ക് ലയിക്കുന്നു, പ്രപഞ്ചത്തിന് 3 അക്ഷരമാണ്. അപ്പം ഇങ്ങനെ ഓരോ 3 അക്ഷരങ്ങളെക്കുറിച്ച് മലയാള സിനിമയിൽ വെച്ച് നോക്കിയാൽ മലയാള സിനിമയിലെ 3 അക്ഷരമുള്ള ഒരുപാട് ആൾക്കുണ്ട്. മമ്മൂട്ടി, ദിലീപ്, ആസിഫ്, നിവിൻ, അങ്ങനെ 3 അക്ഷരമുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പുള്ളി പറയുന്നുണ്ട്. അതുപോലെ ക്രിക്കറ്റുകളെ കുറിച്ച് പറയുന്നു. സൗരവ് ഗാംഗുലി, ശ്രീകാന്ത്, ശ്രീശാന്ത്, ഗാംഗുലി, അങ്ങനെ രോഹിത്, അങ്ങനെയുള്ള 3 അക്ഷരമുള്ള ഒരുപാട്, സച്ചിൻ, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. 3 അക്ഷരം നമ്മുടെ. അപ്പോൾ ഒരാൾ ചോദിച്ചു, അപ്പം മോഹൻലാലിന് 4 അക്ഷരമുണ്ടല്ലോ, മോഹൻലാലിന് 4 അക്ഷരമുണ്ടെങ്കിൽ മോഹൻലാലിനെ പ്രിയപ്പെട്ട മലയാളികൾ നമ്മൾ ലാലേട്ട എന്ന് പറയുന്ന ഒരു 3 അക്ഷരത്തോടു കൂടിയാണ് വിളിക്കുന്നത്. ഈ 3 അക്ഷരം പലരിലും പല സ്വാധീനം ചെലുത്താറുണ്ട്. പൃഥ്വിരാജിന് അങ്ങനെ 4 അക്ഷരമുണ്ടല്ലോ, അതെ, പൃഥ്വിരാജ് 4 അക്ഷരമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ സുപ്രിയയ്ക്ക് 3 അക്ഷരമല്ലേ ഉള്ളൂ. അപ്പം ഇത് ഇങ്ങനെ നിന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ നിൽക്കുന്നത് അരങ്ങിലാണ്, ഞങ്ങൾ നിൽക്കുന്നത് അരങ്ങിലാണ്, നിങ്ങളിരിക്കുന്ന സരസിലാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട 3 അക്ഷരമുള്ള ഒരു ഗുരുത്വം നമ്മൾക്കുണ്ടെങ്കിലേ നമുക്ക് പരിപാടി വിജയിക്കാൻ പറ്റുള്ളൂ. ആ അക്ഷരത്തിൻ്റെ കയ്യടിയാണ്, ആ കയ്യടി ഞങ്ങൾക്ക് തരിക, അതാണ് 3 അക്ഷരം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കത്തിക്കയറുന്നുണ്ട്. ഇപ്പോൾ ശ്രീകണ്ഠ സാർ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിന് കുറേ അക്ഷരമുണ്ടെങ്കിൽ അദ്ദേഹം ജനിച്ചത് മേലില എന്ന് പറയുന്ന 3 അക്ഷരമുള്ള ഒരു സ്ഥലത്താണ്. നാദിഷ്ക എന്ന് പറയുന്ന ആൾ കുറേ അക്ഷരമുണ്ടെങ്കിലും അദ്ദേഹം തുടങ്ങിയത് പാരടി എന്ന് പറയുന്ന 3 അക്ഷരത്തിലൂടെയാണ്. അപ്പോൾ ഈ 3 അക്ഷരം നമ്മളെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. മഹാബലി എന്ന് പറയുന്ന 3 മണ്ണ് ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തെ ചവിട്ടി താഴ്ത്തിയത്. ക്രിസ്തുവിനെ ചരിച്ചത് 3 അക്ഷരമുള്ള യൂദാസാണ്. അപ്പൊ ഈ 3 അക്ഷരം എന്ന് പറയുന്നത് 3 അക്ഷരം. അപ്പൊ ഇത് ഒരു പുതിയ ഐറ്റമായിട്ട് നമ്മൾ ഇത് അത്യാവശ്യം നന്നായിട്ട് വിറ്റ് പോകുന്നു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.